വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തു, ലോകരക്ഷകനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. സുപ്രധാനമായൊരു പുതിയ പുസ്തക പഠനം, റോമർക്കെതിരെ ലേഖനം. ഈ പഠനത്തിൻ്റെ 63-ാമത്തെ അവതരണമാണ്. 63-ാമത്തെ അവതരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ ആ വ്യക്തി വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കേണ്ട തൻ്റെ ജീവിതയാത്രയിൽ, വിശ്വാസ ജീവിതയാത്രയിൽ ഏറ്റവും അത്യാവശ്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട ആത്മീക സത്യങ്ങൾ അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവം നമുക്ക് നൽകി തരികയാണ്. റോമലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. അതിൻ്റെ 21 മുതലുള്ള വേദഭാഗങ്ങൾ നീതീകരണം എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ളതാണ്. റോമാലേഖനത്തിൻ്റെ രൂപരേഖ നമ്മുടെ മനസ്സിൽ പതിക്കേണ്ടതാണ്. 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 20 വരെ ശിക്ഷാവിധി. യഹൂദനും യവനനും വ്യത്യാസമില്ലാതെ പാപത്തിൻ്റെ കീഴിൽ ദൈവക്രോപത്തിന് മാത്രം യോഗ്യരായി കിടക്കുന്ന, ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് പാത്രരായി കിടക്കുന്ന മനുഷ്യകുലം, ശിക്ഷാവിധി. 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 5-ൻ്റെ 21 വരെ നീതീകരണം എന്ന വിഷയമാണ്. ആ വിഷയത്തിൻ്റെ അവതരണത്തിലാണ് നാം ഈ ഭാഗമായിരിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ദൈവനീതിയെക്കുറിച്ച് പറയുമ്പോൾ അതാദ്യം അതിനെ പുകഴ്ത്തി 21-ാം വാക്യം. 21-ാം വാക്യം ഇപ്രകാരമാണ് നാം വായിച്ചത്: ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ഇവിടെ ദൈവനീതിയെ പുകഴ്ത്തുകയാണ്, കീർത്തിക്കുകയാണ്. 22-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ ദൈവനീതി വിശദമാക്കി. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൈവനീതിയെ വിശദീകരിച്ചു. തുടർന്ന് ദൈവനീതിയെ, അതിൻ്റെ വിസ്തീർണത, അത് എവിടം വരെ വ്യാപിക്കുന്ന അതിൻ്റെ വ്യാപനം 22-ൻ്റെ 3-ാമത്തെ ഒരു ഭാഗവും 23 ചേർത്ത് പറഞ്ഞു. ന്യായപ്രമാണം പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായി തീർന്നു. ഇപ്പോൾ ദൈവനീതിയുടെ വിശാലത, അതിൻ്റെ വ്യാപ്തി വ്യക്തമായി. ഇവിടെയാണ് 23-ാമത്തെ സുപ്രധാനമായ വാക്യം, സാധാരണ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടാറുള്ള വാക്യം. 23-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എല്ലാവരും പാപം ചെയ്തു. ആ വാക്യം കൃത്യമായി ബോധ്യപ്പെടണം. എല്ലാവരും പാപം ചെയ്തു. പാപമെന്ന വാക്ക് റോമലേഖനത്തിൻ്റെ ആദ്യത്തെ 8 അധ്യായത്തിൽ തന്നെ 50 തവണ വിവിധ രൂപത്തിൽ, വിവിധ പദങ്ങളിലൂടെ, ഒരേ ആശയം നൽകുന്ന വിവിധ വാക്കുകളിലൂടെ അവതരിപ്പിക്കപ്പെട്ടതായിട്ട് നമ്മൾ കണ്ടു. ലക്ഷ്യം തെറ്റുക തുടങ്ങിയ അർത്ഥത്തിൽ, ലംഘനം നടത്തുക, അപരാധം, ലംഘനം, അതിക്രമം, പാപം, വഴിതെറ്റൽ, ഇങ്ങനെ പല അർത്ഥം നൽകുന്ന വാക്കുകൾ കണ്ടു. അപ്പോൾ എല്ലാവരും പാപം ചെയ്തു, എല്ലാവരും വളരെ വ്യക്തമായി കാണിച്ചു തന്നു. എന്നിട്ട് അടുത്ത അത് ആ വാക്യത്തിലെ അടുത്ത ഭാഗം എന്താണ്? എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവിടെ ഇല്ലാത്തവരായി, ഇംഗ്ലീഷിൽ ഫോൾ ഷോർട്ട്, ന്യൂനത, പോരായ്മയുള്ളവരായി മാറി. എന്നുവെച്ചാൽ പിന്നിലായിപ്പോയി. ഇല്ലാത്തവരായി തീർന്നു എന്നുള്ളതിൻ്റെ മൂലഭാഷയുടെ വാക്കിൻ്റെ അർത്ഥം നോക്കിയാൽ പിന്നിലായിപ്പോയി. നമ്മളൊരു ഓട്ടക്കളത്തിലെ ഓട്ടക്കാരൻ്റെ ജീവിതം എടുക്കുമ്പോൾ ആ ഓട്ട മത്സരത്തിൽ അവൻ പിന്നിലേക്ക് പോകുന്ന അവസ്ഥ. അവൻ ഓടിയെത്തിയില്ല, ലക്ഷ്യത്തിലെത്തിയില്ല, പിന്നിലായിപ്പോയി. അമ്പെയ്ത്തുകാരനെ സംബന്ധിച്ച് അവൻ്റെ ലക്ഷ്യത്തിൽ അവൻ എത്തുവാൻ അവന് സാധിച്ചില്ല. അവൻ എയ്ത അമ്പ് ലക്ഷ്യത്തിൽ കൊണ്ടില്ല, ലക്ഷ്യം തെറ്റിപ്പോയി. ആ അർത്ഥമാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നാം പോരായ്മ, ന്യൂനത എന്ന് പറയുന്ന വാക്കിലും ഇത് തന്നെയാണ്. അപ്പോൾ ഒരു നിലവാരമുണ്ട്, ആ നിലവാരത്തിലെത്താതെ ന്യൂനതയുണ്ടായി, കുറവുണ്ടായി. ഇപ്പോൾ ഇവിടെ ഈ യവന വാക്ക് വർത്തമാനകാലത്തിലാണ്. എല്ലാവരും പാപം ചെയ്തു ദൈവദേശമില്ലാത്തവരായി തീർന്നു എന്ന് പറയുമ്പോൾ ശരിക്കത് ഒരു വർത്തമാനകാലത്തിലാണ് യവന ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നാം പിന്നിൽ പണ്ട് പാപം ചെയ്തു എന്ന് മാത്രമല്ല, അങ്ങനെ പാപം ചെയ്തു പാപികളായെന്ന് മാത്രമല്ല, നാം നിരന്തരമായി പാപത്തിൻ്റെ ജീവിതത്തിൽ ജീവിക്കുകയാണ്. വലിയ ഉന്നതമായ ഗൗരവമായ പാപമാകണമെന്നില്ല, നിസ്സാരമായിട്ട് പോലും ദിവസവും നാം ഈ ശരീരത്തിലായിരിക്കുമ്പോഴും പാപജീവിതത്തിൽ തുടരുകയാണ്. അപ്പോൾ ഇവിടെ വ്യക്തമാണ്,
എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായിരുന്നു. അപ്പോൾ അവിടെ ഏതാണ് നമുക്ക് തെറ്റുപറ്റിയ ലക്ഷ്യം എന്താണ്? നമ്മുടെ ന്യൂനത സംഭവിച്ചത്, പോരായ്മ സംഭവിച്ചത്, പിന്നിലായി പോയത് എന്ന് പറയുമ്പോൾ ലക്ഷ്യമുണ്ട്. എന്തായിരുന്നു ലക്ഷ്യം? എന്തായിരുന്നു ഉന്നം? വ്യക്തമാണ്, ദൈവ തേജസ്. ദൈവ തേജസ് എന്ന ഉന്നം, ലക്ഷ്യം, മാർക്ക് ആയിരുന്നു വച്ചിരുന്നത്. അതിൽ നിന്ന് പിന്നിലായിപ്പോയി. ദൈവത്തിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യം അനുഭവിച്ചറിയാനുള്ള കഴിവ്, ദൈവത്തിൻ്റെ സ്വർഗീയമായ വിശുദ്ധമായ നിർമ്മലമായ ആ പരിശുദ്ധമായ സാമീപ്യം, സംസർഗം അനുഭവിക്കാനുള്ള യോഗ്യത അതിൽ നിന്ന് താഴേക്ക് പോയി. അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇതാണ് മനുഷ്യൻ്റെ ആദ്യത്തെ പ്രശ്നം. ഇതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. പക്ഷെ ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ആ തേജസ് മനുഷ്യരുമായി പങ്കിടുവാനാണ്. തൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നൊരവസ്ഥ മനുഷ്യർക്കുണ്ടാകണം. തൻ്റെ തേജസ് മനുഷ്യരുമായി പങ്കിടണം. റോമാലേഖനത്തിൽ തന്നെ 2 വേദഭാഗങ്ങളൊന്ന് വായിച്ച് കേൾക്കാം. റോമർ 8:18. റോമർ 8-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മിൽ വെളിപ്പെടുവാനുള്ള, നമ്മിൽ, ഇപ്പോൾ ദൈവം മനുഷ്യനുമായി തൻ്റെ തേജസ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഇപ്പോൾ മനുഷ്യത്തിൽ ഏറ്റവും അധികം നാം തേടേണ്ടത്, ആഗ്രഹിക്കേണ്ടത് എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യം. കൂടാതെ 9-ാം അധ്യായം റോമാലേഖനത്തിൻ്റെ 23-ാം വാക്യം, അവിടെയും പൗലോസ് അപ്പോസ്തലനോട് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സിനായി ഒരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട്. ഇപ്പോൾ തൻ്റെ തേജസ്സിൻ്റെ ധനം കരുണാപാത്രങ്ങളായ മൺകൂടാരങ്ങളായി നമ്മിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ഇച്ഛിച്ചു. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നു, ഭൂമിയിൽ നമ്മൾ ജീവിക്കേണ്ട ഉദ്ദേശം എന്താണ്? വ്യക്തമാണ് ദൈവത്തിൻ്റെ വചനപ്രകാരം. നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം റോമലേഖനം 4:20 പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെ ജീവിത ഉദ്ദേശം, ലക്ഷ്യം എന്താണ്? കുറേ സമ്പത്ത് വെട്ടിപ്പിടിക്കണം, 90-ാമത്തെ വയസ്സിലും 10 നിലം വാങ്ങണം, 2 പുതിയ കെട്ടിടം പണിയണം, പുതിയ അക്കൗണ്ടുകൾ തുടങ്ങണം. ഇപ്പോഴും മനുഷ്യൻ്റെ അവസ്ഥ അതാണ്. അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷം മരിച്ചു പോകും. എന്നിട്ടും ഈ കൊതി, ആഗ്രഹം, ആർത്തി തീരുന്നില്ല. ജീവിത ലക്ഷ്യം തകർന്ന മനുഷ്യർ. എന്താണ് ഭൂമിയിൽ മനുഷ്യരായി ജീവിക്കുന്നതിൻ്റെ ആഗ്രഹം, ഉദ്ദേശം എന്തായിരിക്കണം? ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിൻ്റെ മഹത്വത്തിനായി ജീവിക്കുക. റോമലേഖനം 11-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിലും ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയും. റോമർ 11:36, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം, അവൻ എന്നേക്കും മഹത്വം. പഴയ നിയമത്തിൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പ്രവാചകൻ ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയും. യെശയ്യാവിൻ്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ഇവിടെ പ്രവാചകൻ ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും നിർമ്മിച്ചും ഉണ്ടാക്കിയ ഏവരെയും കൊണ്ടുവരിക. എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചും ഇരിക്കുന്നവർ. ദൈവത്തിൻ്റെ മഹത്വത്തിനാണ് എല്ലാവരെയും സൃഷ്ടിച്ചത്. നാം അത് നിർവഹിക്കണം. അത് നിർവഹിക്കാതിരിക്കുമ്പോൾ ലക്ഷ്യം തെറ്റി ജീവിക്കുകയാണ്. നാം എന്ത് ചെയ്താലും, വാക്കിനാലും ക്രിയാലും എന്ത് ചെയ്താലും ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഗിരിപ്രഭാഷണ മധ്യത്തിൽ ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചയുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇതാണ് ജീവിത ലക്ഷ്യം. നമ്മൾ ജീവിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഇപ്പോൾ ഈ ദൈവ തേജസ് എന്ന വാക്കിൽ അനവധി കാര്യങ്ങൾ സമ്പന്നമായി നിറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് പലപ്പോഴും പണ്ഡിതന്മാർക്ക് ശരിക്കും വിവരിക്കാൻ ബുദ്ധിമുട്ട്. ഒരു വാക്കുകൊണ്ട് വിവരിക്കാൻ പറ്റുന്നില്ല. ചിലതിൻ്റെ ദൈവിക പ്രഭ, ദൈവത്തിൻ്റെ രക്ഷിക്കുന്ന സാന്നിധ്യം, ദൈവത്തിൻ്റെ പദ്ധതിയുടെ സൗന്ദര്യം, ദൈവത്തിൻ്റെ തേജസ്സേറിയ മാനദണ്ഡം, ഇങ്ങനെയുള്ള പല വാക്കുകൾ കൊണ്ടത് ഉപയോഗിക്കാൻ ശ്രമിച്ചു. അപ്പോൾ നമ്മൾ ഈ ദൈവ തേജസ്, നമ്മുടെ ലക്ഷ്യമായ ദൈവ തേജസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിലേക്ക് ചിന്തിക്കാൻ, നമ്മളെക്കുറിച്ച് ചിന്തിക്കാം. ദൈവത്തിൻ്റെ തേജസ് അത്, അല്ലെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന തേജസ്. രണ്ടിലും നമ്മൾ വീണുപോയി. ഒന്ന്, ദൈവ തേജസ്സിനെ മനസ്സിലാക്കാൻ, ദൈവത്തിൻ്റെ തേജസ്സിനെ തിരിച്ചറിയുവാൻ. നമ്മൾ അത്രയും ദുഷ്ടരാണ്. 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 18 വരെ പൗലോസ് അപ്പോസ്തലൻ വരച്ച് കാണിച്ച ഇരുണ്ട ചിത്രം, അടിമുടി രോഗബാധിതമായ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നമ്മുടെ നാവ്, നമ്മുടെ കാലുകൾ, നമ്മുടെ ചിന്തകൾ, സർപ്പവിഷം കൊണ്ടു നടക്കുന്ന വാക്കുകൾ, അടിമുടി നമ്മളെ വ്യക്തമായി കാണിച്ചു തന്നു. ദുഷ്ടതയുടെ ഒരു ശരീരഘടനാ ശാസ്ത്രം കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ അത്രത്തോളം ദുഷ്ടരായതുകൊണ്ട് ദൈവത്തിൻ്റെ തേജസ് കാണാൻ പറ്റില്ല, അവിടെ വീണുപോയി.
ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന തേജസ്സിൻ്റെ കാര്യത്തിലും നമ്മൾ വളരെ വിദൂരത്തിലായിപ്പോയി. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിന് ഒത്തവണ്ണം ജീവിക്കാൻ കഴിയാതെ വിദൂരത്തിലായിപ്പോയതുകൊണ്ട് ആ തേജസ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്ന ആരെങ്കിലും പറയും, ഞാനതിൽ ഉൾപ്പെടില്ല, ഇത് എന്നെ സംബന്ധിച്ച് ശരിയല്ല. പക്ഷെ അവിടെയാണ് റോമലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും. ഇംഗ്ലീഷിൽ ഓൾ, എല്ലാവരും. എല്ലാ പുരുഷനും എല്ലാ സ്ത്രീയും എല്ലാ യുവാവും എല്ലാ യുവതിയും ഉൾപ്പെടും. തിരിച്ചറിവിൻ്റെ പ്രായമുള്ള, ഉത്തരവാദിത്വ ബോധമുള്ള എല്ലാവരും അതിൽ ഉൾപ്പെടും. നിങ്ങൾക്കിത് കേൾക്കാൻ, ദൈവനം വായിക്കാൻ, മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങളും ഇതിൽ ഉൾപ്പെടും. ഇതെല്ലാവരുമുണ്ട്. അപ്പം പാപമെന്നതിന് നമുക്ക് കണ്ടു പല വാക്കുകൾ ഉപയോഗിക്കപ്പെട്ടു. ചിലപ്പോൾ കുറവിനെക്കുറിച്ച് പറയും, നമുക്ക് സംഭവിച്ച കുറവ്, അല്ലെങ്കിൽ അതിൽ കടന്നുപോയതിനെക്കുറിച്ച് കണ്ടു. നമ്മളിൽ ആർക്കെങ്കിലും ധൈര്യമായിട്ട് പറയാൻ പറ്റുമോ, ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എല്ലാം ഞാൻ മുഴുവനായി ചെയ്തിട്ടുണ്ട്, ഒരു കൽപ്പന പോലും ലംഘിച്ചിട്ടില്ല, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ ഒന്നും ഞാൻ ചെയ്യാതിരുന്നിട്ടില്ല, ദൈവം പറയാത്തതൊക്കെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നാം എല്ലാവരും സമ്മതിക്കേണ്ടി വരും, നാം പാപികളാണ്. കർത്താവ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച പാപികളാണ് ചിലർ. മറ്റുള്ളവരെ ആ അനുഭവം ലഭിക്കാതെ വഴിതെറ്റി കിടക്കുന്ന പാപികളായ മനുഷ്യരാണ്. നാം പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുമായി ഉപമിക്കും, ഒത്തുനോക്കും. എന്നിട്ട് പറയും, ഞാൻ അവരെക്കാളും കേമനാണ്, എൻ്റെ അയൽവാസിയേക്കാളും കേമനാണ്. കള്ളത്തരവും പിടിച്ചുപറിയ അഴിമതിയും മോശമായ ജീവിത രീതിയിൽ ജീവിക്കുന്ന ആ മനുഷ്യനേക്കാളും ആ സ്ത്രീയേക്കാളും ഞാൻ കേമനാണ്. ഇതാണ് നമ്മുടെ പലപ്പോഴുമുള്ള ചിന്ത. എന്താണ് നമ്മുടെ ഉന്നം, ലക്ഷ്യം, ലാക്ക്? നമുക്കൊരു ടാർഗറ്റുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? ദൈവ തേജസ്. ദൈവ തേജസ്സാണ് നമ്മുടെ ലക്ഷ്യം. ഉദാഹരണത്തിന് ദൈവ തേജസ് വിദൂരത്തിൽ കാണുന്നൊരു ഭൂഖണ്ഡം, കടലിനുമൊക്കെ അപ്പുറം വിദൂരത്തിൽ കാണുന്നൊരു ഒരു രാജ്യമായി, ഒരു ഭൂഖണ്ഡമായി മനസ്സിലൊന്ന് കാണുക. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്, സമുദ്രത്തിൻ്റെ കരയിൽ. ആ വിദൂരത്തിൽ കാണുന്ന ഭൂഖണ്ഡമാണ് ദൈവ തേജസ്സിൻ്റെ ഉദാഹരണമായി കാണുക. അവിടെ എത്തുവാൻ വേണ്ടി അത് വളരെ വിദൂരത്തിലാണ്. നിങ്ങളും ഞാനും അവിടെ എത്താനായിട്ട് വെള്ളത്തിയെടുത്ത് ചാടുകയാണ്. പക്ഷേ നിങ്ങൾക്ക് എന്നെക്കാളും കുറച്ച് കൂടുതൽ ചാടാം, ആരോഗ്യമുള്ളതുകൊണ്ട്. പക്ഷേ നമ്മൾ രണ്ടുപേരും വെള്ളത്തിൽ നിമതിക്കും. നമ്മൾ ആ ലക്ഷ്യമാകുന്ന ആ ഭൂഖണ്ഡത്തിലേക്ക്, ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരില്ല. നമ്മൾ വെള്ളത്തിൽ വീഴും. പരിതാപകരമായിട്ട് തന്നെ ദയനീയമായി വെള്ളത്തിൽ വീഴും. നമ്മുടെ ലക്ഷ്യത്തിലെത്തില്ല. ഇതുതന്നെയാണ് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ കാര്യത്തിലും. നമ്മൾ എത്ര നല്ലവരായിട്ട് തോന്നിയാലും ഒരിക്കലും ദൈവ തേജസ് എന്ന പരമമായ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ അധ്വാനം കൊണ്ട് എത്തിച്ചേരാൻ പറ്റില്ല. ലോകത്തിലുള്ള സകല മനുഷ്യർക്കും പൊതുവായി അവരെ ബന്ധിപ്പിക്കുന്നൊരു ഘടകമുണ്ട്. അത് നമ്മുടെ രാഷ്ട്രീയമായ പൗരത്വങ്ങളല്ല, ഈ രാജ്യത്തിലെ പൗരന്മാരെന്നുള്ളതല്ല, നിറമല്ല, സംസ്കാരമല്ല. ഒരു കാര്യത്തിൽ ലോകത്തിലെ സകല മനുഷ്യരും പൊതുവായിരിക്കുന്നൊരു കാര്യമുണ്ട്. അതായത് ദൈവം മുമ്പിൽ നിൽക്കുവാൻ നാം അയോഗ്യരാണ്. ലോകത്തിലെ സകല മനുഷ്യരും പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവരാണ്. ഈ ഒരു കാര്യത്തിലാണ് ലോകത്തിലെ സകല മനുഷ്യരും തുല്യരായിരിക്കുന്നത്. നാം എല്ലാവരും പാപികളാണ്. ഒരു കൂട്ടായ്മ, ഒരു ദൈവമക്കൾ ഒരുമിച്ച് വിടുന്ന കൂട്ടായ്മയിൽ, ആ കൂട്ടായ്മ കൂടി വരുന്ന കെട്ടിടത്തിൻ്റെ വെളിയിൽ ഒരു നോട്ടീസ് ബോർഡുണ്ട്. ആ കൂട്ടായ്മയിലെ ഉപദേഷ്ടാവ് എല്ലാ കർത്തൃ ദിവസവും ഞായറാഴ്ച നോട്ടീസ് ബോർഡിൽ ഒരു ചിന്താ വിഷയം കുറിച്ചിടും. കാരണം അവിടെ കടന്നു വരുന്നവരും പോകുന്നവരുമെല്ലാം ഒന്ന് ചിന്തിക്കുവാനായിട്ട്. ഒരു ദിവസം അദ്ദേഹം ആ നോട്ടീസ് ബോർഡിൽ എഴുതിയിട്ട ചിന്ത ഇതാണ്: ഈ കൂട്ടായ്മ പാപികൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ കൂട്ടായ്മ പാപികൾക്ക് വേണ്ടിയുള്ളതാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു അജ്ഞാതമായൊരു കത്ത് കിട്ടി. ആ കത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്: നോട്ടീസ് ബോർഡിലെ ആ ചിന്ത എന്നെ വല്ലാതെ ഞെട്ടലുളവാക്കി. കഴിഞ്ഞ 25 വർഷമായി ഞാൻ ഈ കൂട്ടായ്മയിലെ അംഗമാണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് എനിക്ക് പറ്റിയ ഇടമല്ല, എന്നെ ഇവിടെ ആർക്കും ആവശ്യമില്ല എന്നുള്ളത്. അങ്ങനെയാണ് ആ ചുരുക്കമായ കത്തിൻ്റെ ഉള്ളടക്കം. അടുത്ത ആഴ്ച ആ ഉപദേഷ്ടാവ് നോട്ടീസ് ബോർഡിൽ എഴുതി റോമർ 3:20, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി. പലർക്കിത് മനസ്സിലാകുന്നില്ല. പലരും വിചാരിക്കുന്നത് ഞാൻ കേമനാണ്. നമ്മുടെ നീണ്ട പ്രാർത്ഥനകളും മധുരമുള്ള ഗാനാലാപനങ്ങളും ഒക്കെ നിമിത്തം ഞാൻ യോഗ്യനാണ്. പക്ഷെ ദൈവം നമ്മൾ പാപികളാണ്. മറ്റൊരു സ്ഥലത്ത് ഒരു സുവിശേഷകൻ
താൻ ഒരു ചെറിയ പട്ടണങ്ങളുള്ള ഒരു വലിയ രാജ്യത്തിൽ ഓരോ പട്ടണങ്ങൾ സന്ദർശിക്കും. ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് സന്ദർശിക്കുന്നതിന് മുമ്പ് ആ നഗരത്തിലെ മേയർക്കൊരു കത്തെഴുതും. മേയർക്കൊരു കത്തെഴുതിയിട്ട് ചോദിക്കും, നിങ്ങളുടെ ഈ പട്ടണത്തിലെ ആത്മീകമായ ശുശ്രൂഷ ആവശ്യമുള്ളവരുടെ പേരുകൾ എനിക്കൊന്ന് അയച്ചു തരണം. ചിലപ്പോൾ സാമ്പത്തിക സഹായമാകാം, പ്രാർത്ഥനാ സഹായമാകാം, ആശ്വാസമാകാം. നിങ്ങളുടെ പട്ടണത്തിൽ അപ്രകാരം ആവശ്യമുള്ളവരുടെ ഒരു പേര് കുറച്ച് എനിക്കൊന്ന് അയച്ചു തരണമെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തെ ഞെട്ടലുളവാക്കിക്കൊണ്ട് 2 ആഴ്ചകൾ ശേഷം ആ പട്ടണത്തിലെ സകല മനുഷ്യരുടെയും പേരും ഫോൺ നമ്പറും അടങ്ങുന്ന ഡയറക്ടറിയാണ് തനിക്ക് തപാലിൽ കിട്ടിയത്. കാരണം ആ ഉദ്യോഗസ്ഥന് മനസ്സിലായി എന്താണ് ഈ മനുഷ്യൻ ചോദിച്ചതെന്ന്. ആവശ്യമില്ലാത്ത ഒരാൾ പോലുമില്ല. ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ ഇടപാട് ആവശ്യമില്ലാത്ത, സഹായം ആവശ്യമില്ലാത്ത ഒരാൾ പോലുമില്ല. ആ മനുഷ്യൻ റോമലേഖനം 3:21 മനസ്സിലായി. അപ്പോൾ നാം റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 3:20 വരെ നാം വ്യക്തമായി കണ്ടു, എല്ലാവരും പാപികളാണ്. സ്വയം രക്ഷിക്കപ്പെടാൻ നമുക്ക് കഴിയില്ല. ദൈവമാണ് മുൻകൈ എടുത്തത്. നാം എത്രത്തോളം നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തിലെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താലുള്ള ദൈവനീതി വെളിപ്പെട്ടു എന്ന് പറയുന്ന വാക്യം റോമർ 3:21-22. ഇത് അനുഗ്രഹീത സത്യമാണ്. ദൈവത്തിൻ്റെ നീതി ആവശ്യമുള്ള മനുഷ്യർക്ക് ദൈവം കർത്താവ് യേശുവിലുള്ള വിശ്വാസത്താലുള്ള ദൈവനീതി വെളിപ്പെടുത്തി. 24-ാം വാക്യത്തിലേക്ക് വന്ന് ആരംഭിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത ദിവസം ചിന്തിക്കാം. റോമർ 3:24 ഇങ്ങനെ പറയുന്നു, അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രയും നീതീകരിക്കപ്പെടുന്നത്. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രയും നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ നീതിമാനായ ദൈവത്തിന് എങ്ങനെ അനീതിയിൽ ജീവിക്കുന്നൊരു മനുഷ്യനെ, പ്രകടമായ വ്യക്തമായ അനീതിയുടെ ജീവിതത്തിൽ ജീവിക്കുന്നൊരു മനുഷ്യനെ എങ്ങനെ വിശുദ്ധനായ ദൈവത്തിന്, നീതിമാനായ ദൈവത്തിന് നീതീകരിക്കാൻ കഴിയും? അതാണ് 24-ാം വാക്യത്തിൻ്റെ ഉത്തരം. 24-ാം വാക്യത്തിൽ എൻ്റെ ഉത്തരം നൽകപ്പെടുകയാണ്. അവിടെ ദൈവം മനുഷ്യന് കൊടുക്കുന്ന ആത്മീകമായിട്ടുള്ള സന്നാഹം, സഹായത്തെ കാണിക്കുന്നു. ദൈവം മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതാണ് 24-ാം വാക്യം നമ്മൾ കണ്ടത്. അപ്പോൾ ദൈവത്തിന് എങ്ങനെ അനീതിയിൽ ജീവിക്കുന്ന മനുഷ്യനെ നീതിമാനായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയും? ഇവിടെ നമ്മൾ ഒരു നിർണായകമായ 2 വാക്കുകൾ പരിചയപ്പെടേണ്ടതുണ്ട്. 1-ാമത്തെ വാക്ക് നീതീകരണം. ദൈവത്തിന് നീതി അനുഭവിക്കുന്ന അവസ്ഥ, നീതീകരണം. 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 5-21 വരെ ഇതാണ് വിഷയം. നമ്മൾ കണ്ട റോമലേഖനം പഠിക്കുമ്പോൾ അതിലെ പ്രധാന വാക്കുകൾ പഠിക്കണം. ആദ്യം ശിക്ഷാവിധി 1:18 മുതൽ 3:20 വരെ, 3:21 മുതൽ 5:21 വരെ നീതീകരണം. എന്താണ് വാക്കിൻ്റെ അർത്ഥം? യവന ഭാഷയിൽ ഡൈക്കായു എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇതൊരു നിയമപരമായ വാക്കാണ്. പലപ്പോഴും കോടതി മുറിയിലെ ഭാഷകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു രൂപാലങ്കാരം വ്യക്തമായി കാണിച്ചു തരുന്നു എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ചില പരിഭാഷകളിൽ ഇങ്ങനെ പറയും, സൗജന്യമായ കുറ്റവിമുക്തനാക്കൽ. സൗജന്യമായി ഈ കുറ്റവാളിയെ കുറ്റവിമുക്തനാക്കി. അപ്പോൾ നീതീകരിക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും പറഞ്ഞ് നമ്മളെ നീതീകരിക്കുക എന്നുള്ളതല്ല. അതിനേക്കാളും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് നീതിമാനായി പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ നീതിമാന്മാരായി തീരുകയല്ല, നീതിമാന്മാരായി പ്രഖ്യാപിക്കുകയാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ആശയം, എങ്കിലും ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. നമ്മൾ നീതിമാന്മാരായി പ്രഖ്യാപിക്കപ്പെടുകയാണ് ദൈവത്താൽ. ദൈവത്തെ നമ്മെ നീതിമാന്മാരെ പോലെ പരിഗണിക്കുകയാണ്, കണക്കാക്കുകയാണ്. എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് മുന്നോട്ടുള്ള ചിന്തകളിൽ കാണാം. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചതിൻ്റെ വെളിച്ചത്തിൽ. 2-ാമത്തെ വാക്ക് കൃപ. 1-ാമത്തെ വാക്ക് നീതീകരണമെങ്കിൽ 2-ാമത്തെ വാക്ക് കൃപ. അപ്പോൾ അവിടെ കൃപയാൽ 24 വാക്യം ഇങ്ങനെയാണ് വായിച്ചത്, അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി എത്ര നീതീകരിക്കപ്പെടുന്നു. നിങ്ങളും ഞാനും പാപികളാണ്. നമുക്ക് നമ്മെ തന്നെ നീതീകരിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിക്കും? അപ്പോൾ ഈ വേദഭാഗം വ്യക്തമായിട്ട് പറയുന്നു, കൃപയാൽ സൗജന്യമായി എത്ര ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ. സൗജന്യം എന്ന് പറഞ്ഞാൽ ദാനമാണ്. ഇംഗ്ലീഷിൽ വ്യക്തമായിട്ട് പറയും അത് ഗിഫ്റ്റാണ്, ദാനമാണ്, കൃപയാൽ ലഭിച്ച ദാനമാണ്. അപ്പോൾ ഈ ദാനമെന്ന് പറയുന്നത് അതാണ് അതിൻ്റെ രീതി. നമ്മളെ നീതീകരിച്ച രീതി ദാനമാണ്. അതിനുപയോഗിച്ച മാർഗം കൃപയാണ്. കൃപ എന്ന മുഖാന്തരത്തിലൂടെ സൗജന്യമായി നമ്മെ നീതീകരിച്ചു. കൃപ എന്ന മുഖാന്തരത്തിലൂടെ നമുക്ക് അർഹതയില്ല, സൗജന്യമായി നമ്മെ നീതീകരിച്ചു. വിലയില്ലാതെ ഒരു അനുഗ്രഹം തന്നു. നമ്മളിന്ന് ഒരു വിലയും വാങ്ങിച്ചില്ല, ഫ്രീ ആയിട്ട് തന്നു. കൃപ എന്ന വാക്ക് റോമലേഖനത്തിൻ്റെ 1-ാം അധ്യായം 4-ഉം 6-ഉം വാക്യങ്ങൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 4-ഉം 6-ഉം വാക്യങ്ങൾ. പക്ഷേ ഇതാണ് ആദ്യമായിട്ട്
രക്ഷയോടുള്ള ബന്ധത്തിൽ കൃപയെക്കുറിച്ച് പറയുന്നത് ഇവിടെയാണ്. പൗലോസ് പിന്നീട് എഫേസ്യ ലേഖനത്തിൽ പറയും, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൃപ എന്നുള്ളത് റോമാലേഖനത്തിലെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ്. 20 തവണ ഈ പുസ്തകത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കൃപ എന്ന വാക്ക്, അത് യവന ഭാഷയിൽ കാരീസ് എന്ന യവന വാക്കാണ്. അതിൻ്റെ ശരിക്കുള്ള അതിൻ്റെ ക്രിയാപദത്തിൻ്റെ അർത്ഥം സ്തുതിക്കുക, ആനന്ദിക്കുക എന്നുള്ളതാണ്. അത് പൗലോസിനെ സംബന്ധിച്ച് തൻ്റെ വാക്കുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട് കൃപ എന്ന വാക്കിന്. അത് സൗജന്യമായ നൽകൽ എന്ന അടിസ്ഥാന അർത്ഥം. സൗജന്യമായി നൽകുക, അർഹതയില്ലാത്ത പ്രസാദം, അർഹതയില്ലാത്ത യോഗ്യതയില്ലാത്ത ദാനം. നമ്മൾ കാണാറുണ്ട് പലപ്പോഴും. നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകാൻ ചിലർ, നമ്മൾ പരീക്ഷയ്ക്ക് വർഷാവസാന പരീക്ഷയ്ക്ക് 7 വിഷയങ്ങളിൽ 6 വിഷയത്തിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടി. നല്ല ഒരു 60-70% മാർക്കുണ്ട്. പക്ഷേ കണക്കിന് 33 മാർക്കേ ഉള്ളൂ. 35 മാർക്കാണ് എനിക്ക് വേണ്ടത് പരീക്ഷയ്ക്ക് പാസ്സാകാൻ. അല്ലെങ്കിൽ വീണ്ടും ഒരു വർഷം കൂടി നഷ്ടപ്പെടും. പക്ഷെ എൻ്റെ പരീക്ഷാ പേപ്പർ നോക്കുന്ന അധ്യാപകനെ മനസ്സിലായി, ഈ വിദ്യാർത്ഥി മറ്റെല്ലാ വിഷയത്തിലും നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അറിവുള്ളവനാണ്. പക്ഷെ കണക്ക് 2 മാർക്കിൻ്റെ കുറവ്. അധ്യാപകൻ കൃപയാൽ 2 മാർക്ക് നമുക്ക് ഇട്ട് തരികയാണ്. നമുക്കതിന് അർഹതയില്ല. ഇതിൽ 2 മാർക്ക് തന്ന് നമ്മെ ആ വർഷം പരീക്ഷ വിജയിപ്പിച്ചു. നമ്മൾ 1-ാം ക്ലാസ്സോടുകൂടി പരീക്ഷ മൊത്തത്തിൽ ജയിക്കുകയും ചെയ്തു. അപ്പോൾ 2 മാർക്ക് നമുക്ക് ആശയം മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. തീർച്ചയായും പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കൃപയുടെ തെളിവ്, പ്രകടനമെന്ന് പറയുന്നത് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ അയച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കൃപയുടെ പ്രദർശനം. അത് 25 വാക്യം പഠിക്കുമ്പോൾ നമ്മൾ കാണാം. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു, ക്രൂസിൽ മരിക്കാൻ അയച്ചു. ഏറ്റവും വലിയ കൃപയുടെ ഏറ്റവും വലിയ പ്രകടനം അതാണ്, പ്രദർശനം അതാണ്. നമുക്ക് സൗജന്യമാണ് നമുക്ക് രക്ഷ കിട്ടിയത്. രക്ഷ സൗജന്യമായി നമുക്ക് ലഭിച്ചു. പക്ഷെ അതിൻ്റെ അർത്ഥം രക്ഷ സൗജന്യമല്ല, വിലയില്ലാത്തതല്ല. ദൈവത്തിന് ഏറ്റവും വലിയ വേദനയുണ്ടാക്കിയ ഒരു പ്രവൃത്തി, തൻ്റെ മകനെ ക്രൂസിൽ യാഗമായി അർപ്പിക്കേണ്ടി വന്നു. അബ്രഹാമിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചില്ല, പക്ഷെ അതിൻ്റെ വക്ക് വരെ ചെന്നു. അബ്രഹാം കത്തി വരെ എടുത്ത് ഓങ്ങി. പക്ഷെ ദൈവം ചെയ്ത് തൻ്റെ മകനെ ക്രൂസിൽ മരണത്തിന് ഏൽപ്പിച്ചു. ദൈവത്തെ സംബന്ധിച്ച് ഇത് വിലയില്ലാത്തതല്ല. ദൈവത്തെ സംബന്ധിച്ച് ഏറ്റവും വിലയുള്ളത്, ഏറ്റവും ഉന്നതമായ, ഉദാത്തമായത്, ശ്രേഷ്ഠമായത് തൻ്റെ പുത്രനെ, പരിശുദ്ധമായ തൻ്റെ പുത്രനെ നൽകി തരികയാണ്. മരണത്തിലേക്ക് തന്നു. അതിൻ്റെ ഫലമായി നമുക്ക് രക്ഷ തന്നു. അപ്പോൾ നമ്മുടെ രക്ഷയുടെ വില എന്താണ്? എത്ര വലിയ വിലയാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകിയത്? നമ്മൾ നിസ്സാരമായി സൗജന്യമായി തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞിട്ട് പോകും പലരും. പക്ഷെ അതിന് കൊടുത്ത വില എന്താണ്? എങ്ങനെ മറുപടി പറയും? എങ്ങനെ ഉത്തരം പറയും? ദൈവം വെറുതെ വിടുവോ നമ്മളെ? ഈ സൗജന്യമായ രക്ഷ തൻ്റെ പുത്രൻ്റെ രക്തത്താൽ നൽകിയത് രക്ഷയെ ചവിട്ടിക്കളഞ്ഞിട്ട്, തട്ടിത്തെറിപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ, കർത്താവിനെ അപമാനിക്കുന്ന തരത്തിലുള്ള ചിന്തകളിലേക്ക്, ഉപദേശങ്ങളിലേക്ക് വഴിതെറ്റി പോകുമ്പോൾ കർത്താവ് നമുക്ക് പ്രതികാരം ചെയ്യുകയും ചെയ്യും. അതാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ കൃത്യമായി പറയും, താൻ പ്രതികാരം ചെയ്യും. ദൈവത്തിന് സൗജന്യമല്ല, ദൈവത്തിൻ്റെ സ്വന്തം മകൻ. ഇങ്ങനെ ഭൂമിയിൽ ആർക്കും ഉണ്ടായിരിക്കില്ല അനുഭവം. സ്വന്തം മകനെ യാഗം കൊടുത്ത് വേറൊരാളെ രക്ഷിക്കുക ആരും ചെയ്യില്ല. ദത്തെടുത്ത മകനെ ചിലപ്പോൾ ചെയ്ത് കൊടുത്തെന്ന് വരും, സ്വന്തം മകനെ കൊടുക്കില്ല. അത്രയ്ക്കും വിലയുള്ളതാണ്. ദൈവം ചെയ്തു അത് നിങ്ങളെ എന്നെ രക്ഷിക്കാൻ. നമ്മൾ ദൈവത്തെ പാട്ടുപാടി സ്തുതിച്ച് ആരാധിക്കുന്നു. പക്ഷെ ശരിക്കും നമ്മൾ നന്ദി കാണിക്കുന്നുണ്ടോ? സ്വന്തം മകനെ തന്ന് നമ്മളെ രക്ഷിച്ച പാപത്തിൻ്റെ കയത്തിൽ നിന്ന്, ശാപത്തിൻ്റെ പിടിയിൽ നിന്ന്, അന്ധതയുടെ കൂരിട്ടിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ സ്വന്തം പുത്രനെ യാഗമായി തന്ന്, ആ കർത്താവ് യേശുക്രിസ്തുവിനെ ക്രൂസിൽ പരമയാഗമായി അർപ്പിച്ച് ആ രക്തത്താൽ നമ്മളെ കഴുകി വെടിപ്പൊക്കെ വിശദീകരിച്ച ദൈവത്തോട് നമ്മുടെ പ്രതികരണം ശരിയായിട്ടുള്ളതാണ്. ഇപ്പം രക്ഷ കൃപയാലാണ്. കൃപ എന്ന വാക്ക് ചിന്തിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നീതിയില്ലാത്ത, നീതികെട്ട നമ്മെ ദൈവം നീതീകരിച്ചു. നീതീകരണം അത് നമ്മളെ കുറ്റവിമുക്തരാക്കി, കുറ്റമില്ലാത്തവരെ പ്രഖ്യാപിച്ചു, നീതിമാന്മാരെ കണക്കിട്ടു. അതാണ് ക്രിസ്തുവിനെ നമ്മളെ ധരിപ്പിച്ചുകൊണ്ട്. ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് മാനദണ്ഡം. ബൈബിളിലൂടെ കാണാൻ പഠിച്ചിട്ടും കാര്യമില്ല. ശിശുകാര്യ സഭയെ തലയിൽ വെള്ളത്തളിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവവചന പ്രകാരം യഥാർത്ഥത്തിൽ വീണ്ടും ജന്മം പ്രാപിച്ചവർ, ക്രിസ്തു യേശുവിൽ പ്രവേശിച്ചവർ, അവരെയാണ് ദൈവം നീതീകരിക്കുന്നത്. ഇത് കൃപയാണ്, പക്ഷെ ദൈവത്തിൻ്റെ സൗജന്യമല്ല. ദൈവത്തിൻ്റെ ഹൃദയം പിടഞ്ഞ, വേദനിച്ച നിമിഷമാണ്. എന്തിന്? നമ്മെ അത്രമാത്രം സ്നേഹിച്ച ദൈവം.
തൻ്റെ പുത്രനെ നൽകി തരുവാൻ തക്കവണ്ണം. ആരും നശിച്ചു പോകാതിരിക്കാൻ. തുടരാം അടുത്ത പഠനത്തിൽ. വീണ്ടും വീണ്ടും കേൾക്കുക ചില സന്ദേശങ്ങൾ. ഒരു പ്രാവശ്യം കേട്ടാലൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അനവധി വർഷങ്ങളുടെ അനുഭവത്തിൽ നിന്നും പഠനത്തിൽ നിന്നാണ് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രാവശ്യം കേട്ടാൽ ഒന്ന് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് വരും. കേൾക്കുക, പ്രാർത്ഥിക്കുക, നന്ദി പറയുക. രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇനി വൈകരുത്. കർത്താവിൻ്റെ വചനമനുസരിച്ച് സ്നാനമേറ്റിട്ടില്ല എങ്കിൽ ഇനി വൈകരുത്. നിങ്ങൾ എന്തു സംഭവിക്കാം എപ്പോഴും ലോകത്തിൽ. ആത്മാവ് നഷ്ടമാകരുത്. ഇത് നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ.